യഹോവയെ തന്നെ സേവിക്കുക, അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. യെശയ്യാവ് 53:4 പറയുന്നത്, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാം ഓതയോനെ ശിക്ഷിച്ചു അടിച്ചും ദണ്ഡിപ്പിച്ചു ഇരിക്കുന്നു എന്ന് വിചാരിച്ചു, എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവിടുത്തെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഹല്ലേലൂയ. അവിടെ പറയുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. അങ്ങനെ വരുമ്പോൾ ഒരു തരത്തിലുമുള്ള വേദന നീ സഹിക്കേണ്ട കാര്യമില്ല. കാരണം നിനക്ക് വേണ്ടി യേശു വേദന സഹിച്ചതിനാൽ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു ഞാൻ വിശ്വസിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന്റെ പ്രത്യേകത, യേശു നമുക്ക് വേണ്ടി പകരക്കാരനായി, സബ്സ്റ്റിറ്റ്യൂഷണറി ഡെത്ത് ആയിരുന്നു. യേശു നമുക്ക് വേണ്ടി പകരക്കാരനായി തീർന്നതിനാൽ ഒരു തരത്തിലുമുള്ള വേദന നീ സഹിക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. ഇന്ന് ചിലവഴിക്കപ്പെടുന്ന ഏറ്റവും മരുന്നുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നാണ് വേദന സംഹാരി എന്ന് പറയുന്നത്, ബ്രൂഫിൻ തുടങ്ങിയുള്ള വേദന സംഹാരികൾ. എന്നാൽ പ്രിയമുള്ളവരെ, ഏറ്റവും നല്ല വേദന സംഹാരി എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലെ ദൈവവചനമാകുന്ന അവൻ വചനമയച്ചവരെ സൗഖ്യമാക്കി അവരുടെ കുടികളിൽ നിന്ന് അവരെ വിടുവിച്ചു. ഈ രാത്രിയിൽ നിന്റെ അരികിലേക്ക് വരുന്നത് മാറ്റമില്ലാത്ത ജീവനുള്ള അനന്ത ഭാവികാല നിത്യത മുതൽ അനന്ത ഭൂതകാലം നിത്യത മുതൽ അനന്ത ഭാവികാലം നിത്യത വരെ ആർക്കും മാറ്റുവാൻ കഴിയാത്ത ദൈവത്തിന്റെ വചനമാണ് നിന്റെ അരികിലേക്ക് വരുന്നത്. നീ അതിനെ സ്വീകരിക്കുകയാണ് എങ്കിൽ ഇന്ന് അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. അവൻ വചനമയച്ചവരെ സൗഖ്യമാക്കി അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. ഈ വചനം അധരത്തിലൂടെ പുറപ്പെടണം. ഈ വചനം നിന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കണം. അങ്ങനെയാണ് അത്ഭുതം സംഭവിക്കാൻ പോകുന്നത്. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടി പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു.